ഷാനവാസ് സാറിൻ്റെ അനുസ്മരണ യോഗത്തിൽ ടെലിവിഷൻ മേഖലയിൽ നിന്ന് എന്നെയും ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അന്നേ ദിവസം വരാൻ സാധിച്ചില്ല. മറ്റൊരു പ്രോഗ്രാമുമായി മറ്റൊരു സ്ഥലത്തായി പോയതുകൊണ്ട് ഈ സമയത്ത് ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദിയും സ്നേഹവും. കാരണം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും സാറിനെക്കുറിച്ച് ഒരുപാട് അനുഭവങ്ങൾ പങ്കിടാനും പറയാനും ഉണ്ട്. ഒരുപക്ഷെ ടെലിവിഷൻ മേഖലയിലേക്ക് അദ്ദേഹം വന്നതുകൊണ്ടാവാം എന്നെപ്പോലുള്ള ആളുകൾക്കൊക്കെ അദ്ദേഹത്തിനെ നേരിട്ട് കാണാനും പരിചയപ്പെടാനും ഒരുമിച്ച് വർക്ക് ചെയ്യാനും ഒക്കെ സാധിച്ചത്. അദ്ദേഹം ചെയ്തൊരു പ്രശസ്തമായ സീരിയൽ ശ്രീമുഖ് സുണ്ടിത്താൻ സാർ ചെയ്തൊരു സീരിയലിലാണ് അദ്ദേഹത്തിനോടൊപ്പം എനിക്ക് അഭിനയിക്കാൻ ആദ്യമായിട്ട് അവസരം കിട്ടുന്നത്. സത്യത്തിൽ അത്ഭുതത്തോടെയാണ് നിന്നത്. കാരണം എല്ലാ പ്രശസ്തരായ വളരെ സീനിയറായ സംവിധായകന്മാരെല്ലാവരും പറയും ഏത് ആംഗിളിൽ ക്യാമറ വെച്ചാലും ഇത്രയും സുന്ദരനായ മഹാനായ ഒരു നടൻ പ്രേം നസീർ എന്ന് പറഞ്ഞ മഹാനായ അതുല്യനായ നടൻ മാത്രമേ മലയാളത്തിൽ കണ്ടിട്ടുള്ളൂ എന്ന്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാനുള്ള ഭാഗ്യം എന്നെപ്പോലുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പം നമ്മളെ കൗതുകത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഷാനവാസ് സാറിനെ അടുത്ത് കാണാൻ കിട്ടുന്ന ഒരു സമയം, അദ്ദേഹത്തിനോടൊപ്പം സ്ക്രീൻ പങ്കിടാൻ അത്രയും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാൻ സാധിക്കാന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നിന്ന് അഭിനയിക്കുമ്പോൾ ശരിക്കും കൈയും കാലൊക്കെ വരയ്ക്കാണ്. എങ്ങനെ ഇപ്പോൾ അദ്ദേഹം ആദ്യം വരുമ്പോൾ മിണ്ടുന്നില്ല, കണ്ടിട്ട് ഒരു ചിരി മാത്രമേ തന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഓടിപ്പോയി സീരിയലിൽ അഭിനയിക്കാനാണ് നിന്നത്. പരിചയപ്പെടാനുള്ള സമയവും സാഹചര്യവും ഒന്നും കിട്ടിയില്ല. ഞാൻ നെർവസ് ആവുന്നത് കണ്ടതുകൊണ്ടായിരിക്കും അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എന്തിനാ പേടിക്കുന്നത്, എന്നെ പേടിയാണോ? ഞാൻ പറഞ്ഞു അല്ല സാർ, സാറിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ ഒരു ടെൻഷൻ. അപ്പോൾ ഡയറക്ടർ സാറിനോട് അദ്ദേഹം പറഞ്ഞു ഒരു 5 മിനിറ്റ് ഈ കുട്ടിക്കൊന്നും ഇരിക്കാൻ സമയം കൊടുക്കുന്നു പറഞ്ഞിട്ട് അദ്ദേഹവും വന്നിരുന്നിട്ട് കംഫർട്ടബിൾ ആക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളൊക്കെ മനുഷ്യരായിട്ടോ, നിങ്ങളൊക്കെ എന്തിനാ പേടിക്കുന്നത്, അങ്ങനെയൊന്നുമല്ല സാറ്. പിന്നെ ആ നിമിഷം മുതൽ ആ പ്രോജക്റ്റ് തീരുന്നത് വരെ ഏത് കഥകൾ ചോദിച്ചാലും എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും നമ്മുടെ അടുത്തൊരു ജ്യേഷ്ഠനെ പോലെ ഇരുന്ന് പറഞ്ഞു തന്ന് നമ്മളെ കംഫർട്ടബിൾ ആക്കി. ഞാൻ മാത്രമല്ല, അതിൽ ഒരുപക്ഷെ ജയറാമിൻ്റെ നായികയായിട്ട് അഭിനയിച്ച ശ്രുതി എന്ന് പറഞ്ഞ തെലുങ്ക് നടി ആയിരുന്നു അതിൽ നായികാവേഷമായിട്ടുണ്ടായിരുന്നു. അവർക്ക് വേറെ ലാംഗ്വേജിൽ നിന്നാണ് വരുന്നത്. അപ്പം എല്ലാവർക്കും സാറൊരു അത്ഭുതമാണ്. പക്ഷെ സാറെപ്പോഴും ഞങ്ങളെ എല്ലാവരെയും കുടുംബാംഗങ്ങളെ പോലെ ചേർത്ത് നിർത്തി മക്കളെ അല്ലെങ്കിൽ കാര്യമായിട്ട് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു തന്നെ. സീനിനെ കുറിച്ച് ഒന്നും പറയില്ല. ഞങ്ങൾ എന്ത് കാര്യങ്ങൾ പുറത്തെ വിശേഷം ചോദിച്ചാലും പഴയ സിനിമാ കഥകൾ ചോദിച്ചാലും ആളുകളെ പറ്റി ചോദിച്ചാലും ഒക്കെ പറഞ്ഞു തന്ന് ഞങ്ങൾ അത്രയും കംഫർട്ടബിൾ ആക്കി. പക്ഷെ അദ്ദേഹത്തിനോട് പിന്നീട് പ്രോജക്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. അതൊരു കുറേ നാൾ നീണ്ടു നിന്നൊരു പ്രൊജക്റ്റായിരുന്നു. അതിൽ ആ വേഷം ചെയ്യാൻ സാധിച്ചതിൽ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഇത്രയും പേര് വിശിഷ്ടരായ വളരെ സീനിയറായിട്ടുള്ള ഒരുപാട് സംവിധായകരും നടീനടന്മാരും പ്രശസ്തരായ ബഹുമാനരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും ഇവിടെ നിൽക്കുമ്പോൾ ഞാനും വന്നു നിന്ന് സംസാരിക്കാൻ എനിക്കൊരു ഭാഗ്യം അന്ന് അവിടെ ആ സ്ക്രീൻ പങ്കിട്ടതിൽ നിന്നായിരിക്കും എനിക്ക് കിട്ടിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.